സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് നല്ലൊരു വറുത്തരപ്പ് കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സോയാ ചങ്ക്സ് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം അത് നന്നായി കഴുകി ഞെരടി പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ഇങ്ങനെ ഞെരടി പിഴിഞ്ഞ് എടുക്കണം. അങ്ങനെ സോയാ ചങ്ക്സൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള തീരെ ചെറിയ കഷ്ണങ്ങളല്ല, ചതുര കഷ്ണങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അത് നന്നായി വഴറ്റുന്നൊന്നുമില്ല. ഒന്ന് വാട്ടിയതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നു. ആ പൊടികളുടെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടി. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച സോയാ ചങ്ക്സ് ഇല്ലേ, അതും ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ വറുത്തരപ്പിന് തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്ത് വന്ന കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചാറിനാവശ്യമായ വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നു. കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ വിട്ടുപോയിന് ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുത്തു. നന്നായി തിളപ്പിച്ചെടുത്തു. പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ കാച്ചി ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് ഒഴിച്ചാൽ നല്ല കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഒരു വറുത്തരപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഒഴിച്ച് കറിയാണ്. താങ്ക് യു.